ഹായ്. ലൈഫിലാണേലും സൗഹൃദത്തിലാണേലും റിലേഷനിലാണേലും എവിടെയാണെങ്കിലും ശരി, സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ 8ൻ്റെ പണി നമുക്ക് കിട്ടും. അവരിൽ പെട്ട ചിലരെ നമുക്ക് നോക്കാം. അവരിൽ ഒന്നാമത്തെ ടീംസ്, എല്ലാറ്റിനും നെഗറ്റീവ് മാത്രം പറയുന്നവർ. ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് എന്ത് സംഭവിച്ചാലും ശരി അതിലൊരു നെഗറ്റീവ് കണ്ടെത്തുന്നവരായിരിക്കും. നമ്മളൊരു പുതിയ ഡ്രസ്സ് വാങ്ങിയെന്നിരിക്കട്ടെ, നിനക്കിതൊട്ടും ചേരുന്നില്ല, ഇതേ മോഡൽ കറുപ്പിൽ വെള്ള ലൈൻ ഉണ്ടല്ലോ, അതാണെങ്കിൽ നന്നായേനെ, ഇനി കറുപ്പിൽ ലൈനാണെങ്കിൽ നിനക്ക് വെള്ള കളറാവുന്നു മാച്ചാവുന്നത്, അല്ലെങ്കിൽ ചുവപ്പ്, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളറ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോഡലായിരുന്നു നിനക്ക് ചേരുക, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടെത്തുന്നവരായിരിക്കും അവർ. മാക്സിമം നെഗറ്റീവ് അടുപ്പിച്ചിട്ട് ആളുകളെ വെറുപ്പിക്കുന്ന ഒരു ടീംസ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ടീം, അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർ ഒന്നും നോക്കില്ല, അവർ അവിടുന്ന് പോയി കളയും. ഇത് അവരോടൊപ്പം കൂട്ടുകൂടുന്നത് എന്തിനു വേണ്ടിയാ? അവർ നമ്മോട് കൂട്ടുകൂടുന്നതും എന്തിനു വേണ്ടിയാ? അവരുടെ ആവശ്യങ്ങൾക്ക്, അവരുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു കൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലാതെ അവർ നമുക്ക് വേണ്ടി ഒന്നിനും സമയം ചിലവാക്കാൻ നിൽക്കില്ല. അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർ പോകും. അവരുടെ ഊഴം എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കാത്തു നിൽക്കാനോ അതിനൊന്നും നോക്കി നിൽക്കില്ല. അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമേ അവർ പരിഗണന കൊടുക്കൂ. മറ്റൊരാളുടെ ആവശ്യങ്ങൾക്കോ ഒന്നും അവർ പരിഗണന കൊടുക്കില്ല. ഇവർ സ്വന്തം കാര്യത്തിന് നേടിയെടുക്കാനുള്ളതായിരിക്കും അവരുടെ ഏറ്റവും വലിയ ചിന്ത. ഇനി മൂന്നാമത്തെ ടീം, നിങ്ങളുടെ രഹസ്യങ്ങൾ പരസ്യമാക്കുന്നവർ. ആളുകളോട് നിങ്ങൾ എന്തെങ്കിലും ഭാവി പരിപാടികളോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയതായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സ്വകാര്യമായി പറഞ്ഞിട്ട് സൂക്ഷിക്കണം എന്നും ആരും അറിയരുതെന്നും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിനൊരു വിലയും കൽപ്പിക്കാതെ പലരോടും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകളുടെ ആ സാന്നിധ്യം നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി കളയണം. ഇനി നാലാമത്തെ കൂട്ടർ, ഒരു വാക്ക് പറഞ്ഞിട്ട് ആ വാക്ക് പാലിക്കാൻ മടിയുള്ളവർ, ആ വാക്ക് പാലിക്കാത്തവർ. ഉദാഹരണത്തിന് ഒരു ക്യാഷ് കടം വാങ്ങിയത് തിരിച്ചു തരാനുള്ള ഡേറ്റ് പറഞ്ഞിട്ട് ആ ഡേറ്റിൽ തരാതെ, അല്ലെങ്കിൽ ഇന്ന ദിവസം തരാൻ പറ്റില്ല, ഞാൻ അടുത്തൊരു ദിവസം തരാമെന്ന് പോലും പറയാൻ മെനക്കെടാത്തവർ. അതുപോലെ ഏതെങ്കിലും ഒരു സമയത്ത് എവിടെയെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ ആ പറഞ്ഞ സമയത്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നു, പക്ഷെ നിങ്ങളോട് അവർ പറഞ്ഞ ആ സമയത്തോ ആ സ്ഥലത്തോ അവരെത്തുന്നില്ല. ഇങ്ങനെ പറഞ്ഞ വാക്കിന് യാതൊരു വിലയും കൊടുക്കാതെ ഒരു വാഗ്ദാനം പാലിക്കാത്തവർ, അവരെ ലൈഫിൽ നിന്നും എടുത്ത് ദൂരെ കളയുക. അഞ്ചാമത്തെ ടീംസ്, നിന്റെ വിജയങ്ങളിൽ അസൂയപ്പെടുന്നവർ. അവർ നിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിന്റെ വിജയത്തിൽ എന്തെങ്കിലും സന്തോഷമുണ്ടാകുമ്പോൾ, നിനക്കെന്തെങ്കിലും സന്തോഷമുണ്ടാകുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലാത്ത ടീംസ്. അത് പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിലും അസൂയപ്പെടാതിരിക്കുന്നവരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല. ആരുടെയും ഒരു മുന്നേറ്റവും കാണാനും അംഗീകരിക്കാനും കഴിയാതെ കുറ്റം പറയുകയും ചെയ്യുന്നവരായിരിക്കും ഇവർ നീ വിജയിക്കാൻ സാധ്യതയുള്ളിടത്തുനിന്നൊക്കെ നിന്നെ പിന്തിരിപ്പിക്കാനും ഉത്സാഹിപ്പിക്കും. നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിലെന്തെങ്കിലും നെഗറ്റീവ് കണ്ടെത്തി അതിൽ നിനക്ക് നെഗറ്റീവ് ചിന്തകൾ തന്ന് നിൻ്റെ പോസിറ്റീവ് എനർജിയെ കാർന്ന് തിന്ന് കളയാൻ മിടുക്കരായിരിക്കും ഇക്കൂട്ടർ. മാക്സിമം എല്ലാ കാര്യങ്ങളിലും അവർ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇക്കൂട്ടരെ വിട്ടു നിൽക്കാതെ നിങ്ങൾ ലൈഫിൽ വിജയിക്കുമെന്ന് കരുതുക പോലും വേണ്ട. നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ, നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ പറ്റിയ കൂട്ടുകെട്ട് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ബൈ മോട്ടിവേഷൻ മലയാളം.